അവസാനമായി ഭക്ഷണം കഴിച്ചത് 10 വയസ്സുള്ളപ്പോൾ 26-കാരിയായ മുലൂവോർക്ക് അംബോവിന്റെ വാക്കുകളാണിത്. കഴിഞ്ഞ 16 വർഷമായി അവർ യാതൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലത്രേ. ശാസ്ത്രലോകത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും ഇതിനൊപ്പം പ്രചരിക്കുന്നു. എന്താവും ഇതിലെ സത്യാവസ്ഥ? എത്യോപ്യൻ വനിതയായ അംബോവിന്റെ ഈ വിചിത്രവാദത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? 1-2 മണിക്കൂർ, അല്ലെങ്കിൽ പരമാവധി 1 ദിവസം. ഒരു നേരം ആഹാരം കഴിക്കാൻ സമയം തെറ്റിയാൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ 16 വർഷം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ജീവിച്ചെന്ന അവകാശവാദവുമായി 26-കാരി മുലൂവോർക്ക് അംബോ എത്തുമ്പോൾ അവിടെ ചോദ്യചിഹ്നമാവുന്നത് നമ്മുടെ ശാസ്ത്രവും സ്വാഭാവികമായ ജൈവിക ശൃംഖലയുമാണ്. എന്നാൽ 16 വർഷം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ജീവിച്ചെന്ന അവകാശവാദവുമായി ഈ 26-കാരി എത്തുമ്പോൾ അവിടെ ചോദ്യചിഹ്നമാവുന്നത് നമ്മുടെ ശാസ്ത്രമാണ്. ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ഇത്രയും വർഷം ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും കമന്റ് ചെയ്യൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നിരാഹാര സമരം കിടന്ന ഇറോം ശർമിളയെ പറ്റി കേട്ടിട്ടില്ലേ? മണിപ്പൂരിലെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇവർ 7 സംസ്ഥാനങ്ങൾക്ക് ബാധകമായ സായുധ സേനയ്ക്കെതിരെ 16 വർഷം നിരാഹാരം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അവരെ പോലെയല്ല ഈ അംബോ. വിശപ്പ് അനുഭവപ്പെടാത്തതാണ് ആഹാരം കഴിക്കാതിരുന്നതെന്നാണ് യുവതി പറയുന്നത്. 10 വയസ്സുള്ള സമയത്ത് ഒരിക്കൽ ലെന്റിൽ സ്റ്റൂ കഴിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഉള്ളിൽ ചെന്ന ആഹാരം. അതിനുശേഷം വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്തിട്ടില്ലത്രേ. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇക്കാലം അത്രയും ടോയ്ലറ്റും ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇന്ന് ഇവർ വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ്. ആ കുഞ്ഞിന് ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഒന്നും കഴിച്ചതുമില്ല, കുടിച്ചതുമില്ല. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് ശരീരത്തിന്റെ ഊർജം നിലനിർത്തുന്നതിനു വേണ്ടി ഗ്ലൂക്കോസ് നൽകുമായിരുന്നു. അതുപോലെ പ്രസവിച്ച സമയത്തും മുലപ്പാൽ ഇല്ലാത്തതിനാൽ അവൾക്ക് കുഞ്ഞിന് മുലയൂട്ടാൻ സാധിച്ചിരുന്നില്ല എന്നും പറയുന്നു. പക്ഷേ ശരീരം മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാത്തത് മൂലം കുഞ്ഞിനായി ബദൽ മാർഗങ്ങൾ തേടിയിരുന്നു. എന്നാൽ അതേ സമയം തന്നെ താൻ ആഹാരം കഴിക്കാറില്ലെങ്കിലും കുടുംബത്തിനായി പതിവായി ഭക്ഷണം പാകം ചെയ്യാറുണ്ടെന്ന് അംബോ പറയുന്നു. ആഹാരം കഴിക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഈ അവസ്ഥ പരിശോധനകൾക്കും വിധേയമാക്കപ്പെട്ടിരുന്നു. പല വർഷങ്ങളിലായി ഇന്ത്യ, ഖത്തർ, ദുബായ് തുടങ്ങിയ പലയിടങ്ങളിലെയും ആരോഗ്യ വിദഗ്ധർ അംബോവിനെ പരിശോധിച്ചു. ദഹന വ്യവസ്ഥയിൽ ഭക്ഷണമോ വെള്ളമോ മാലിന്യങ്ങളോ ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ അംബോവിന് എന്തെങ്കിലും രോഗമുള്ളതായി ഡോക്ടർമാർക്ക് കണ്ടെത്താനും സാധിച്ചില്ല. എന്നു മാത്രമല്ല, യുവതി പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു. അതേസമയം ഈ വിഷയത്തിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് വിശദീകരണം ഇല്ലെങ്കിലും അംബോ തന്റെ ഈ അസാധാരണമായ അവസ്ഥയെ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഉപവാസം ഇനിയും തുടരുമെന്നും ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കുകയില്ലെന്നും അവർ അടിയുറച്ച പറയുകയാണ്. അടുത്തിടെ ഗിന്നസ് റെക്കോർഡ് ജേതാവായ ഡ്രൂ ബിൻസ്കി അംബോവിനെ സന്ദർശിച്ചിരുന്നു. ചെറുപ്പകാലത്ത് ഭക്ഷണം കഴിക്കാൻ വീട്ടുകാർ പതിവായി ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ കഴിച്ചു എന്ന് കളവ് പറയുകയായിരുന്നു തന്റെ പതിവെന്നും അംബോ ഡ്രൂ ബിൻസ്കിയോട് വെളിപ്പെടുത്തി. എന്തായാലും ഇത്രയധികം കാലം എങ്ങനെയാണ് ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ഒരാൾ ജീവിക്കുക എന്നാണ് യുവതിയുടെ കഥ അറിഞ്ഞവരെല്ലാം ചോദിക്കുന്നത്. അതേസമയം തന്നെ ഈ വാർത്ത അറിഞ്ഞതിൽ പിന്നെ അംബോവിന്റെ പ്രതികരണം ഏറ്റുപിടിച്ച് ഒട്ടേറെ പേർ ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും അംബോ ദൈവത്തിന് അനുഗ്രഹമുള്ളവളാണെന്നുമുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. എന്താണ് ഇതിൽ വാസ്തവം എന്നറിയില്ല. എന്നെ സംബന്ധിച്ച് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും നമ്മയെല്ലാം അത് എത്രത്തോളം അലട്ടുമെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോഴാണ് 16 വർഷം ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ ഈ അവകാശവാദങ്ങൾ. കൂടാതെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ആഹാരം കഴിച്ചല്ലേ ജീവൻ നിലനിർത്തുന്നതും. അവയെല്ലാം സംബന്ധിച്ച് വെള്ളം, ഭക്ഷണം, വായു എന്നത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് അംഗീകരിക്കാനാവുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തന്നെയായാലും കമന്റ് ചെയ്യൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.